ഇക്കായി ഇച്ചും കൂടെ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇച്ചുവിൻ്റെ തലയൊന്ന് ഉരഞ്ഞ് ഇക്കയുടെ താടി ഒന്ന് ഇടിച്ച് 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചു പോലും ഇല്ല. കുഞ്ഞു കരഞ്ഞപ്പോഴത്തേക്ക് ഇക്കൊന്ന് ജസ്റ്റ് പുറത്തോട്ട് കൊണ്ടുപോയതായിരുന്നു. വീണിട്ട് ഇന്നത്തേക്ക് 3 ദിവസമായപ്പോൾ ഇക്കയുടെ താടി ഡ്രസ്സ് ചെയ്യണമായിരുന്നു. ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാത്തേരിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇച്ചു ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറയും തല പൊട്ടി വണ്ടിയിൽ നിന്ന് വീണെന്നൊക്കെ പറയും. ഭയങ്കര സങ്കടം അവന് തല ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയാകാറായിരുന്നു. ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിശപ്പായി. അപ്പോൾ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞ് നമുക്കെന്നാൽ ഫുഡ് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ സാദിയാസിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മീൽസ് കഴിക്കാൻ നല്ല കൊതിയുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ബിരിയാണി അടിപൊളി ആയതുകൊണ്ട് ഞാൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്ക ബാധ്യമായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാദിയാസിൻ്റെ അവിടുന്ന് കുറച്ച് പോകുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ വീട്. ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഉമ്മി വന്നിരിപ്പുണ്ടായിരുന്നു ഇക്കാനെ ഇച്ചുവിനെ കാണാനായിട്ട്. അതിൻ്റെ പുറകെ തന്നെ അപ്പിയും വല്യമ്മച്ചിയും പൊന്നും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പൊന്നു വന്നപ്പോഴത്തേക്കും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ചായ ഒക്കെ ഇട്ട് അവർക്ക് കൊടുത്തായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഹെനാനെ കൊണ്ട് പൊന്നിൻ്റെ അടുത്ത് ആക്കിയായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും അവളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പോയ കൂട്ടത്തിൽ ഇക്കായും പുറത്തോട്ട് എവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഹെനാമോൾ ഇച്ചും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ.